വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇ ഡി കോൺഫിസ്കേറ്റ് ചെയ്ത സമയത്ത് അവരിറക്കിയ ആ പ്രസ് റിലീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സത്യസരണി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, മഞ്ചേരി, മലപ്പുറം, പ്രോപ്പർട്ടി ഹാസ് എ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഓൺ ഇറ്റ് വിച്ച് റൺസ് എ റിലീജിയസ് കൺവേർഷൻ സെൻറ്റർ അണ്ടർ ദ പ്രിടെക്സ്റ്റ് ഓഫ് എൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലാൻഡ് ഗിഫ്റ്റഡ് ടു സത്യസരണി ബൈ പെർപ്പട്ടഡ് ഡോണർ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കൂ, അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി കണ്ടുകെട്ടിയ ആ സ്ഥാപനം ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആഹ്വാനം ചെയ്യുകയാണ്, ഈ പരിശുദ്ധ റംദാൻ വേളയിൽ നിങ്ങൾ സക്കാത്ത് ചെയ്യണം, നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ബിൽഡിങ്ങൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ അടച്ചുപൂട്ടിയ ബിൽഡിംഗ് തന്നെയാണ് ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ നമ്മുടെ ഏജൻസികൾ അടച്ചു പൂട്ടിയതിന് ശേഷം അവരവരുടെ പണി കഴിഞ്ഞു അങ്ങ് പോയതാണോ? മാത്രമല്ല, കേരള പോലീസിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അല്ലേ? സ്വാഭാവികമായിട്ടും ഇങ്ങനെ അടച്ചു പൂട്ടിയ ഒരു സ്ഥാപനം, അതെന്തിൻ്റെ പേര്? തീവ്രവാദ പ്രവർത്തനം, അതിൻ്റെ പേരിലാണല്ലോ അടച്ചു പൂട്ടിയത്. അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിക്കുമ്പോൾ, അത് കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഇവിടുത്തെ പോലീസിനും ഉത്തരവാദിത്തമില്ലേ? ഇത് കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ആ ഒരു ഉത്തരവാദിത്തം എന്തുകൊണ്ട് അവർ നിറവേറ്റുന്നില്ല എന്നും പരിശോധിക്കേണ്ടതല്ലേ? നോക്കൂ, ഇതില് അങ്ങിപ്പോ വായിച്ച ഇ ഡിയുടെ അത് ഏത് ഡേറ്റഡ്, എന്നാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്? മുന്നത്തെയാണോ? എന്റെ സംശയം അങ്ങനെയാണ്. ഏതാ 18/10/2024, അതായത് ഒക്ടോബർ ചെയ്താണോ? ഒക്ടോബറിലെ റെയ്ഡാണോ? അതെ. ഈ പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷം ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഏകദേശം 20ഓളം സ്ഥാപനങ്ങൾ. മാത്രമല്ല 56.56 കോടിയാണ് ഇതുവഴി അവർ 35 ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വിച്ച് വെയർ ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് ഫോളോയിങ് ട്രസ്റ്റ് ഇൻഡിവിജ്വൽസ് ബൈ PFI വർത്ത് ₹56.56 crore have been attached by ED. അത് 18 ഒക്ടോബർ 2024 ഇ ഡിയുടെ റിപ്പോർട്ടാണ്. അതെ യെസ്. അപ്പൊ റീസെന്റ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കേട്ടു ഇ ഡി വീണ്ടും അവിടെ അടച്ചുപൂട്ടി എന്നൊരു വാർത്ത ഞാൻ നമ്മുടെ ചില മാധ്യമങ്ങളിലൂടെ കേട്ടു. ജന്മഭൂമിയിലൂടെയും പിന്നെ ജനൻ ടി വിയിലൂടെയാണ് കേട്ടതെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുന്നത്. കാരണം അവര് ഫേസ്ബുക്കിൽ വളരെ വിപുലമായിട്ട് ഇത് ഇങ്ങനെ ആഘോഷം പോലെ ആക്കിയിട്ടിട്ടുണ്ട്, ഞാൻ കണ്ടു അത്. അപ്പൊ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് വ്യക്തതയില്ല. പക്ഷേ ഇതിലൊരു കാര്യം ഉറപ്പാണ്, ഈ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പോരായ്മയാണിത്. അതായത് ഇഫ്താർ പാർട്ടിക്ക് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ നേരത്ത് അവനും അവിടെ പോയി പൂച്ചയെ പോലെയും പട്ടിയെ പോലെ ഇരിക്കുന്നോണ്ടാണ് ഇവർക്ക് ഈ പേടിയില്ലാത്തത്. അതിപ്പോ സത്യമല്ലേ ഇത്? കാരണം രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങുവരെയൊക്കെ നിങ്ങൾ എന്താ ചെയ്യാൻ നോക്കട്ടെ എന്നുള്ള ആ ധാർഷ്ട്യമല്ലേ അത്? അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പൊ ഞാൻ ABC എന്ന് പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും തലയിൽ പിന്നെ ആ സമയത്ത് പിന്നെ ടവലും ഇട്ടിട്ട് പോയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി, ഐ എം നോട്ട് നെയിമിങ് വൺ, എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളും ഈ പറഞ്ഞ ഇഫ്താർ പാർട്ടികൾ പോയിരിക്കും. ഇഫ്താർ പാർട്ടികൾ ഒരു ക്യാച്ച് ആണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല എപ്പോഴും. ഇഫ്താർ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ വരുതിക്ക് നിർത്താനുള്ള ഒരു ക്യാച്ച് ആണ്. അതായത് ഒരു എന്താണ് പറയാ, ഒരു ഇര കൊടുത്തിട്ട് മീനിനെ പിടിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. VD സതീശൻ സ്വന്തം നിലയ്ക്ക് ഇഫ്താർ പാർട്ടി നടത്താറുണ്ട്, അതായത് പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക്. മുഖ്യമന്ത്രിയുടെ ഭാഗം ഒഫീഷ്യൽ വേറൊന്ന്, ഇങ്ങനെ എല്ലാവരും നടത്തുന്നുണ്ട്. അതിലെല്ലാവരും പോയിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ ഇത്രയും സ്നേഹം കുടുംബാംഗങ്ങൾ പോലും തമ്മിൽ ഉണ്ടാവില്ല. അത്ര സ്നേഹമാണ് അവിടെ വഴിഞ്ഞൊഴുകുന്നത്. അപ്പൊ പിന്നെ PFI ആരെയാണ് പേടിക്കേണ്ടത്? PFIക്ക് മറ്റൊരു രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ അംഗീകാരങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ഒരുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാണ്. മഞ്ചേരിയിലെ ഈ ഭീകര കേന്ദ്രം നമുക്കറിയാം, ഒരു 10-20 വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കോഴിക്കോട് നിന്നോ കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ഒരു ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയോ മതം മാറ്റാനുള്ള ലക്ഷ്യത്തോടു കൂടി ഇവര് പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം ചെല്ലുന്നത് അവിടെയാണ്. 40-50 ദിവസത്തെ ട്രെയിനിങ് ആണ് അവിടെ. മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷിംഗ്. അത് കഴിഞ്ഞ് ഇവൻ പുറത്തു വരുന്നത് ഒന്നാമത്തെ ലക്ഷണമൊത്ത ജിഹാദിയായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ ഹിന്ദുവോ മുസ്ലിമോ എന്ന പേര് മാറ്റുക, ക്രിസ്ത്യാനി എന്ന പേര് മാറ്റുക പോലും വേണ്ട. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചിയിൽ നടന്നിട്ടുള്ള ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട്, ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല, സിറിയയിൽ കൊണ്ടുപോയ പെൺകുട്ടി, മുസ്ലിം കുട്ടി, ക്രിസ്ത്യൻ കുട്ടി. ഇവൻ ക്രിസ്ത്യാനിയായിട്ടാണ് അവളെ പരിചയപ്പെട്ടത്. എന്നിട്ട് പ്രേമം നടിച്ചിട്ട് വേറൊരു മുസ്ലിമിനും 2 മുസ്ലിങ്ങൾക്ക് കൈമാറുക ചെയ്തത്. അപ്പൊ പേര് മാറ്റാതെ തന്നെ മതം മാറ്റിക്കൊണ്ട്, പേര് മാറ്റാതെ തന്നെ മതവും ആശയവും മാറ്റിക്കൊണ്ട് മസ്തിഷ്കം മുഴുവൻ മാറ്റി വെക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ മസ്തിഷ്കം മാറ്റി വെക്കുമ്പോൾ വേറെ മസ്തിഷ്കം വെക്കില്ല. കക്കൂസ്ഥാനം നേരെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്.
മസ്തിഷ്കം അതുവരെ പരിചയിച്ചിരുന്ന സാമൂഹ്യ ജീവിതവും മറ്റെല്ലാം, എല്ലാ സാമൂഹ്യ ബോധവും എല്ലാ സഹിഷ്ണുതയുടെ പാഠങ്ങളും മാറ്റി വെച്ചിട്ട് പിന്നെ ഈ സാധനമാണ് കിതാബ് കലക്കി ഒഴിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് യാതൊരു മാനുഷിക പരിഗണനയും ഇതര ജീവികൾക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഇതിലൊരു മേജർ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സത്യസരണി ഇങ്ങനെ കുറെ കാലമായിട്ട് നമ്മുടെ സമാജത്തിൽ പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം ഇങ്ങനെ ഒരു പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് അവസാനം പുലിയൊന്നും ഇല്ല, ഇവരൊക്കെ വളരെ നല്ലവർ തന്നെയാണെന്നൊരു ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർത്തകൾ സഹായിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം വരികയാണ്. കാരണം ഇവർ പറയും ഞങ്ങളെ നിരോധിച്ചൊക്കെ ഇവർ വെറുതെ പറയാണ്, ഞങ്ങൾ ഇപ്പോഴും നന്നായി വർക്ക് ചെയ്യാണ്, ഞങ്ങളുടെ ഞങ്ങളുടെ ബിൽഡിംഗ് കണ്ടില്ല, ഞങ്ങളുടെ താത്തക്കുട്ടികളൊക്കെ എത്ര നന്നായിട്ട് തട്ടോട്ട് നടക്കുന്നു എന്നത് വീഡിയോ കാണിക്കുകയാണ് അവര്. സോ ഇറ്റ് ഈസ് എ ചാലഞ്ച് ടു ദ കോമൺ സൊസൈറ്റി ദാറ്റ് വി ആർ സ്റ്റിൽ വർക്കിംഗ്, വി ആർ നോട്ട് ആന്റി സോഷ്യൽസ്. നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധരൊന്നുമല്ല, ഞങ്ങളെ സാമൂഹ്യ വിരുദ്ധരെ ചിത്രീകരിക്കുകയാണെന്ന് അവരുടെ പൊതുവായ വാദത്തിന് വീണ്ടും ബലം വയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ വാർത്തകളിൽ ചിലത് കണ്ടിട്ടുള്ളത്. അതിനെപ്പറ്റി യാതൊരു ആധികാരിക പഠനവും നടന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു സന്യാസി ഇതേപോലെ ഈ പോസ്റ്റ് ഇട്ടിരുന്നു, അതായത് സത്യസരണി അടച്ചുപൂട്ടിയെന്ന്. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ സന്യാസി പോസ്റ്റ് ഇട്ടിരിക്കുന്നു, അയ്യോ തെറ്റിദ്ധാരണയാണ്, പൂട്ടിയിട്ടില്ല, ആ വീഡിയോ കണ്ടവർ ഇട്ടിരിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെ നമ്മൾ സ്വയം ചമ്മട്ടി എടുത്ത് പുറത്തടിക്കുന്നവരുടെ അവസ്ഥയാണിത്. സെൽഫ് ഫ്ലാജലേഷൻ എന്ന് പറയും അല്ലെ, അങ്ങനെ സംഭവിക്കുകയാണ്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ വാർത്തകളുടെ ആധികാരികത, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള റിസർച്ച്, ഇതിലിപ്പോ ഈ അങ്ങ് വായിച്ചത് ഞാൻ വായിച്ചതായിട്ടുള്ള രണ്ടും ഒന്ന് തന്നെയാണ്. അത് 18/10/2024 ഇറക്കിയിരിക്കുന്നതാണ്. ദാറ്റ് വാസ് എ ലാസ്റ്റ്. അതിനുശേഷം ഞാൻ ഈ ഇന്റർനെറ്റ് മുഴുവൻ ഇട്ടിട്ട് പോയിട്ടും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അല്ല, ഞാൻ ഈ 10 മണിക്കൂർ മുമ്പ് അതിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഈ സത്യസരണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റില്. സത്യസരണി ഇടുന്നുണ്ട്. 10 മണിക്കൂർ മുമ്പ് ഇട്ടിട്ടുണ്ട്. വളരെ സജീവമാണ് അവർ. അല്ല, അടച്ചുപൂട്ടി എന്നുള്ളതിനെ പറ്റിയുള്ള റിപ്പോർട്ട് എനിക്ക് ഇന്റർനെറ്റിൽ മൊത്തം കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. ആകെ കിട്ടിയത് 18/10/2024 ഒരു റിപ്പോർട്ട് മാത്രമാണ്. അത് വെച്ചിട്ടാണ് ഈ 56 കോടികളുടെ അറസ്റ്റ് പറയുന്നത്. അപ്പൊ എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് സത്യസരണി നമ്മുടെ സമൂഹത്തിനകത്തിരിക്കുന്ന അതിഭീകരമായ, കേരളം അതിന്റെ മടിത്തട്ടിൽ ഒരു വലിയ അണുബോംബ് വെച്ച് കിടന്നുറങ്ങുകയാണ്. കേരളത്തിന്റെ മടിത്തട്ടിലാണ് മഞ്ചേരി എന്ന സ്ഥലം അതീവ സുന്ദരമായ സ്ഥലമാണ് കാണാനും. ആ മഞ്ചേരിക്ക് ഒരു പ്രശാന്തി ഉണ്ട്. ആ മഞ്ചേരി അശാന്തിയുടെ കേന്ദ്രമായി നമ്മുടെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ട് തുടങ്ങിയിട്ട് 10-20 വർഷമായിട്ടേ ഉള്ളൂ. അത് ഈ PFI യുടെ പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ്. അതുകൊണ്ട് ആ അശാന്തിയുടെ കള പറിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? PFI യുടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ട് പോലും PFI യുടെ ബുദ്ധി കേന്ദ്രം പൂട്ടാൻ, ഇപ്പോ CPM നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് AKG സെന്റർ പൂട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോയത്. അടുത്ത പ്രവർത്തനം മുഴുവൻ നടക്കുന്നു. പിണറായി വിജയനെ ഇറക്കാൻ അറസ്റ്റ് ചെയ്ത് എന്ന രീതിയിലാണ് ഇപ്പൊ വാർത്ത വരുന്നത്. ഇതിലൊരു വിശ്വാസ്യതയുടെ കുറവുണ്ട്. മാത്രമല്ല, എനിക്കറിയാവുന്ന 2 കുട്ടികളെ കോഴിക്കോട് പെരുമണ്ണ ഭാഗത്ത് നിന്ന് 2 പെൺകുട്ടികളെ ഇതുപോലെ ഒരു 10 വർഷം മുമ്പ് സത്യസരണി കൊണ്ടുപോയതാണ്. അപ്പൊ നമ്മുടെ പല ആളുകളും അവിടെ ചെന്നപ്പോൾ അത് അതിഭീകരമായ കേന്ദ്രം തന്നെയാണ്. അവിടുന്ന് ജീവനോടെ പുറത്തു വരിക. സത്യം പറഞ്ഞാൽ കേരളത്തിനകത്തൊരു താലിബാൻ ആണ് ഈ സത്യസരണി. എന്തുകൊണ്ടാണ് താലിബാൻ എന്ന് പറയുന്നത്? താലിബാൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് അർത്ഥമുള്ളൂ, അതായത് വിദ്യാർത്ഥി. അപ്പൊ ഇവിടെയും വിദ്യാഭ്യാസം നൽകുന്ന, ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്ന ഒരു കോളേജ് എന്ന രീതിയിൽ, ഒരു വിദ്യാലയം എന്ന രീതിയിൽ, കലാലയം എന്ന രീതിയിൽ മാത്രമാണ് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അവർ മാസ്കറേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരങ്ങനെ എളുപ്പത്തിൽ പൂട്ടാൻ പറ്റില്ല എന്ന ചിന്തയായിരിക്കാം. പക്ഷെ ഒരൊറ്റ നടപടി, ഒരു റെയ്ഡ് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാവേണ്ടതില്ല. ഞാനും അതിശയിച്ചു. ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ മാതൃഭൂമിയിലോ മനോരമയിലോ എവിടെങ്കിലും ഒരു കോണിലെങ്കിലും അവർ കൊടുക്കേണ്ടതല്ലേ? എന്തായാലും അവരുടെ അച്ചാരം വാങ്ങി തിന്നുന്ന കൂട്ടാണ് രണ്ടും, എങ്കിലും കൊടുക്കേണ്ടതല്ലേ? ഞങ്ങളെ വേണ്ടപ്പെട്ട സ്ഥാപനം പൂട്ടിയെന്നെങ്കിലും കൊടുക്കേണ്ടതല്ലേ? അങ്ങനെയൊന്നും കൊടുത്തു കാണുന്നില്ല. അതാണ് അറ്റ്ലീസ്റ്റ് ദേശാഭിമാനി എഴുതേണ്ടതല്ലേ? വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന, സമൂഹത്തിന് ഏറ്റവും നല്ല സന്ദേശം നൽകുന്ന ഇസ്ലാമിക കേന്ദ്രം പൂട്ടിയെന്ന് ദേശാഭിമാനി എഴുതേണ്ടതാണ് ആദ്യം. അതെ, സിറാജോ ചന്ദ്രികയോ അല്ലെങ്കിൽ തേജസ്സോ അല്ല ഞാൻ ഇസ്ലാമിക കാര്യങ്ങൾ വായിക്കാൻ എടുക്കാറ്. ദേശാഭിമാനി കാണും അത്. കാരണം ഇന്ന് ഏറ്റവും വലിയ സപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ജിഹാദികൾക്ക് ഇവിടെ. അപ്പൊ ഞാൻ നോക്കി, അതിലില്ല. പിന്നെ വീക്ഷണം പത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിന്റെ കോപ്പി എവിടെയോ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞത് ഇത് ഉണ്ടോ, വീക്ഷണം ഉണ്ടോ?
ഒരു മൂലക്കുണ്ട്. ആയിക്കോട്ടെ. ആ ഞാൻ കണ്ടില്ല, എവിടെയും കാണുന്നില്ല. എന്താണെന്ന് ആകെ 10 പേരെ വായിക്കും തോന്നുന്നു. ഏതായാലും നമ്മൾ രണ്ടുപേരും കണ്ടില്ല. ഇനി ജാമിത ടീച്ചർ കണ്ടോന്നും കൂടി ചോദിക്കാം. ജാഥ ടീച്ചറെ കണ്ടോണ്ട് പരിശോധിക്കണം. ഞാൻ എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്താൻ, ടീച്ചർ പറയട്ടെ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഇത് വലിയൊരു ക്യാൻസർ ആണ്, സമൂഹത്തിന്റെ നടുവിലിരിക്കുന്ന വലിയൊരു, നമ്മളെ നോക്കി പല്ലിളിക്കുകയാണ്. കോയെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ഞങ്ങളുടെ പ്രവർത്തനം നിൽക്കുന്നില്ല. ഞങ്ങൾ വേണ്ട പോലെ മതം മാറ്റുന്നുണ്ട്, ആളുകളെ കൊണ്ടുവരുന്നുണ്ട്, അവിടെ പാർപ്പിക്കുന്നുണ്ട്, അവരെ മനസ്സ് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. ഇസ്ലാമിക ദാവ എന്ന് അവർ പറയാം, ദാവ പ്രവർത്തനം, അതായത് മതപ്രചരണം. ഈ മതപ്രചരണത്തിന്റെ പേരിൽ അന്യമത നിന്ദയും അസഹിഷ്ണുതയുമാണ്. അന്യമത നിന്ദയും അസഹിഷ്ണുതയാണ് പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇവിടെ എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ ചിലർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഏറ്റവും ഫൈനസ്റ്റ് മതം, നിങ്ങളൊക്കെ അത്ര പോരാ എന്ന രീതിയിൽ. അത് ശരിയായ നടപടിയല്ലല്ലോ. അപ്പൊ അവിടെ ആ ഒരു സംഗതിയിലാണ് നമുക്ക് ഇവരോടൊക്കെ ദേഷ്യം വരുന്നത്. ഞങ്ങൾ ഏറ്റവും ഫൈനസ്റ്റ് മതം, നിങ്ങളൊക്കെ പോരാത്തവര് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതല്ലേ ജാക്കിർ നായിക്കൊക്കെ പറയുന്നത്, ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ബാക്ടീരിയ ഗ്രോസ് ഫാസ്റ്റർ ദാൻ ഹ്യൂമൻ ബീങ്സ്. ഈ രോഗാണുക്കള്, ബാക്ടീരിയ അണുക്കളൊക്കെ വേഗത്തിൽ വളരും, എണ്ണത്തിലും കൂടും. അതുകൊണ്ട് അത് ബുദ്ധിയുള്ളതാണെന്നോ അത് ഏറ്റവും നല്ലതാണെന്നൊന്നും അർത്ഥമില്ല. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അല്ല കേട്ടോ, ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് ആണ്. ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് ആണ്. അതായത് ബേർജനിങ് ഗ്രോത്ത് വരും. അതായത് ബേർജനിങ് ഗ്രോത്ത് ആണ് ഇസ്ലാം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് പലയിടത്തും ഇങ്ങനെ ഇതുപോലെ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിച്ചിട്ടും, അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു 2 കുഞ്ഞുങ്ങളെ താങ്ങാൻ കെൽപ്പുള്ള രാജ്യത്ത് 20 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയൊക്കെയാണ് അവർ പലയിടത്തും ഇങ്ങനെ ചെയ്യുന്നത്, ഇന്ത്യയിലടക്കം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സത്യസരണി പോലെയുള്ള അക്രമം പഠിപ്പിക്കുന്ന, വളരെ സട്ടിലായിട്ട്, വളരെ സൂക്ഷ്മമായിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടിയോ എന്ന വാർത്തയിൽ എനിക്ക് ഇതുവരെ സ്ഥിരീകരണമില്ല. ഇല്ലെങ്കിൽ അത് ഉടൻ അടച്ചുപൂട്ടിയില്ലെങ്കിൽ PFI നിരോധിച്ചുകൊണ്ട് കാര്യമില്ല. PFI നിരോധിച്ച നേതാക്കന്മാരെക്കാൾ വലിയ അപകടകാരികളെ ഇവർ ഓരോ ദിവസവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒരു കാര്യം കൂടി, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് പേരും അഡ്രസ്സും അടങ്ങിയ ബോർഡ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. കോഴിക്കോട് മീഞ്ചന്തയിൽ യൂണിറ്റി ഹൗസ് എന്ന പേരിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. നിരോധിത സംഘടന ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് എന്നതാണ് വിരോധാഭാസം. അതും നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.